ഇന്നത്തെ പരിപാടി മോർണിംഗ് സുഫൂബ്രോയുടെ കൂടെ എന്താ യോഗ മാറ്റൊക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടത് യോഗ എടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നു. പോയി നോക്കട്ടെ, എവിടേക്കും അറിയില്ല പോണത്. പോയിട്ട് വരാം. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത് അല്ല. ഇപ്പോൾ ലക്ഷ്മൺ ജൂല എത്തിയിട്ടുണ്ട്. ലക്ഷ്മൺ ജൂലയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു വാട്ടർഫോളിൻ്റെ സൗണ്ടാണിത്. അപ്പോൾ ലക്ഷ്മൺ ജൂല എത്തി നടന്നു. എവിടേക്കാണ് പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ മലയുടെ മുകളിൽ തന്നെയാണല്ലേ. ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത്ര നേരം ഞങ്ങൾ എന്താണുണ്ടായിരുന്നോ ഇപ്പം എത്തിയിട്ടുള്ളൂ. കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് വന്നിരിക്കുക. രാവിലെ തന്നെ ഞങ്ങൾ പോയിട്ട് കുളിക്കാനുള്ള പരിപാടിയാണ്. നടക്കട്ടെ, നടന്ന് കുറച്ച് കാണാണ്ട്. ഋഷികേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒത്തിരി കലാകാരന്മാരെ കൊണ്ട് കുന്നു കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം. എന്നാ ഞാൻ ഉണ്ട്. അപ്പോൾ ഒത്തിരി കലാകാരന്മാരെ കുന്നു കൂട്ടിയിട്ടിരിക്കുന്ന കലാകാരൻ. കാരണം നമുക്ക് ദിനം പ്രതി ഓരോരോ പ്രോഗ്രാംസ് അല്ല, കഴിവുള്ള ആൾക്കാരുടെ ഓരോ കാര്യങ്ങൾ കാണാം. ഇതൊക്കെ വരച്ചുണ്ടാക്കിയതാട്ടോ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇതൊക്കെ തുണിയിൽ ഇങ്ങനെ ഇരുന്ന് കുത്തിരുന്ന് കഷ്ടപ്പെട്ട് വരച്ചുണ്ടാക്കിയതാ. നമ്മുടെ ബ്രോസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇരുമ്പ്രോ വേർത്തോ നോട്ടെ. ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലേ. എല്ലാവർക്കും വെയിലിന്റെ ചെറുതായിട്ടുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് വയർക്കുന്നുണ്ട് നന്നായിട്ട്. എല്ലാ സ്ഥലത്തും മഴയുണ്ട്, ഇവിടെ മാത്രമല്ല. പക്ഷെ അതാണ് നല്ലത്. ശരി. ഋഷികേശിലെ എന്താ പറയുക, നല്ല വലിയ പോലീസ് സ്റ്റേഷനാണ്. ലക്ഷ്മൺ ജൂലയിലെ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പം ലക്ഷ്മൺ ജൂലയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അത് നമ്മളിതിപ്പോൾ ലക്ഷ്മൺ ജൂലയിലാണോ? ഓ, എവിടേക്കാ? രാംജൂല. ഓക്കെ, രാംജൂല ജോങ് വില്ലേജ്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇന്നല്ലേ, ഇന്ന് മാത്രം ചെറുതായിട്ടൊന്ന്. ഇപ്പം നാളെ ഇതിനൊരു തെറ്റ് കൊടുക്കേണ്ടി വരും. കുറെ അതെ, ഞങ്ങൾ 3 പേര് കൂടിയിട്ട് എവിടെ ലക്ഷ്മൺ ജൂല. ഈ പ്രോപ്പർ സ്ഥലം എന്താ പറയുക? രാംജൂല. ഓ, ഇത് രാംജൂലയാണ് കേട്ടോ. ഓക്കെ, ഇത്ര നേരമൊക്കെ നടന്ന സ്ഥിതിക്ക് റെസ്റ്റ് എടുക്കണം. നമ്മൾ എത്ര കിലോമീറ്റർ ആണ് ഉണ്ടായത്? 2 പോരാ, 3-4 കിലോമീറ്റർ. രാവിലെ തന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും നടക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മറ്റേ സിംഹവാലം കുറേ ഉണ്ടല്ലേ. ഓണക്കിട്ടതാ. ഇവിടുത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി ചേഞ്ച്. രാവിലെ ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല വെയിലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ചേഞ്ച് ആയി. എന്താ പറയുക, സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയി. അവിടെ മുകളിലേക്ക് കുളിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ വണ്ടി കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കുളിക്കാൻ പോട്ടെ. നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇരുണ്ട് മൂടി കറുത്ത് നിൽക്കുക. വാട്ടർഫോളിൻ്റെ ഏറ്റവും മേലെ ഒരു നല്ല
ശരി നമുക്ക് മാത്രം ആൾക്കാർ വരുന്നു. രാവിലെ ഉണ്ടായിരുന്ന ക്ലൈമറ്റും ഇപ്പൊ ഉണ്ടായിരുന്ന ക്ലൈമറ്റും തമ്മിൽ ഒത്തിരി ഡിഫറെന്റ്. ചെവി കടഞ്ഞു വന്നു കേട്ടോ. ആ ചെവിയൊക്കെ ഒത്തിരി അടഞ്ഞ്. ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നു. മൂടി 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 വരുന്നു ക്ലൈമറ്റ്. ഇതാണ് ഋഷികേശ് ഇഷ്ടപ്പെടാൻ കാരണം. സത്യം സീരിയസ് ആയിട്ട് എന്താ പറയാ, ഇവിടെ ഋഷികേശിൽ വന്നു കഴിഞ്ഞാൽ ഒരു പെട്ടെന്നൊരു തിരിച്ചു പോക്ക് ആരും പ്രതീക്ഷിക്കരുത്. വന്ന് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒത്തിരി മനസ്സിലാക്കണം, ഒത്തിരി കാണാനും പഠിക്കാനുണ്ട്. പിന്നെ വന്നവരാരും തിരിച്ചു പോകില്ല. അതാണ് എക്സാമ്പിൾ. ഞാൻ ഒരു നൈറ്റ് കിടന്നിറങ്ങാൻ വേണ്ടി വന്നവൻ ഇപ്പോൾ ഇവിടെ ഒരാഴ്ചയുടെ മുകളിലായി. ഇതാ വെറുതെ 20 ദിവസത്തെ ട്രാവലിന് വേണ്ടി വന്ന ആളാണ്. ഇപ്പൊ നിൽക്കുന്നത് 6 മാസമായി. 6 മാസമായിട്ട് ഋഷികേശിലാണ്. ഇവിടുന്ന് പോകില്ല, ആരും വന്നവരാരും പോകില്ല. അതാണ് ഇവിടുത്തെ ബീച്ച് ഗുഡ് വൈബ് എല്ലാം. അപ്പൊ മക്കളെ നമ്മളെ ഓഫ് റോഡ് എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ ഓഫ് റോഡാണ്. ഞാനൊരു വലിയ ഓഫ് റോഡ് കാണിച്ചുതരാം. വലിയൊരു ഓഫ് റോഡ് ഉണ്ട്. അത് ചിലപ്പോൾ ഞാൻ ഇറങ്ങി തള്ളേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. ഓ ഇതാണ് മക്കളെ പറഞ്ഞ ഓഫ് റോഡ്. ഇല്ല ഒരു പൊടിക്കും കൂടി കുറച്ചും കൂടി കയറാനുണ്ട്. കുറച്ച് റിസ്ക് ആണ്. വലിയ പശുമ്പ കുത്തുമ്പോ പശുമ്പ കുത്തുന്ന പശുമ്പ മൂട്ട് കുത്തു. സക്സസ് പഴം പോലെ കയറി പോകുന്നത്. അതെ മൊത്തത്തില് സ്മോക്ക് വന്ന് മൂടി. ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞിട്ടാ, ചെവിയൊക്കെ അടഞ്ഞ്. ഇത് ആരും പോവാത്തൊരു ലൊക്കേഷനാണ്. സ്പെഷ്യൽ ഞങ്ങൾ അതെ ഋഷികേശിലെ കാണാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ പോകുന്നത്. വിശന്നിട്ടാണ്, ഒന്നും തോന്നരുത്. വന്ന് മേടിച്ചാള് അവിടെ ഇരിക്കുക. This is Baba. This original നാരങ്ങ. പുളിനാരങ്ങ ആവും. കുളിക്കാനുള്ള ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നീരാടട്ടെ, ഒന്ന് കുളിക്കണം. നല്ല ഉച്ചിരിക്ക് നല്ല തണുത്ത വെള്ളം ഇറങ്ങുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ അതൊന്ന് ആസ്വദിക്കണം. ഓരോരുത്തരത് അവിടെ ഉണ്ട്. രണ്ട് അങ്ങനെ 4 ദിവസത്തേക്കുള്ള കുളിയും ചെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ മടങ്ങുന്നു ഗൈസ്.
കുളിയൊക്കെ കഴിഞ്ഞിട്ടാ ഞങ്ങൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നത്. കുളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായാലും ഇടിച്ച് പോയിട്ടെന്താ ഫുഡ് ഉണ്ടാക്കണം അല്ലേ? പോയിട്ട് കുറച്ച് നമ്മൾ സ്നേഹം മാത്രം. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല തണുത്ത കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.